2 രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. എന്താണ് ഞാനും മറ്റ് ട്രെയിനേഴ്സുമായിട്ടുള്ള വ്യത്യാസമെന്ന് ഇപ്പോൾ കാണും. അവർ ഒരു 1 ഡേ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ക്ലാസ് അവർ സെല്ല് ചെയ്യുന്ന സമയത്ത് അവർ നോക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് എന്താ വേണ്ടേ? ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു കച്ചവടം നടക്കണം. എൻ്റെ പരിപാടി നേരെ തിരിച്ചാണ്. എനിക്ക് വേണ്ടത് ഓരോ സെയിലിൽ നിന്നും എനിക്കൊരു കസ്റ്റമറെ കിട്ടണം. ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിലും എടുക്കാം, ഒരു സെയിലിൽ നിന്ന് ഒരു കസ്റ്റമറേയും എടുക്കാം, കസ്റ്റമറിൽ നിന്ന് ഒരു സെയിൽ എടുക്കാം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ? പൊന്മുട്ടയിടുന്ന താറാവിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. മറ്റേതോ കൃത്യമായി സ്റ്റഡിയായി നമ്മൾ ഈ മുട്ട എടുത്തുകൊണ്ടേയിരിക്കുന്നു. താറാവും വളരുന്നുണ്ട്, നമുക്ക് മുട്ടയും കിട്ടുന്നുണ്ട്. നിങ്ങളും വളരുന്നുണ്ട്, എനിക്ക് മുട്ടയും കിട്ടുന്നുണ്ട്. അതിനെന്താ ചെയ്യുന്നത്? ഓരോ സെയിൽസിൽ നിന്നും ഓരോ കസ്റ്റമറെ സൃഷ്ടിക്കുക. ഞാൻ കാണുന്ന ഓരോ സെയിലിലും ഓരോ കസ്റ്റമർ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം ചോദ്യം ഇതാണ്, നിങ്ങൾ ഏത് ടൈപ്പ് മെൻറ്റാലിറ്റിയുള്ള ബിസിനസ്സുകാരനാണ്? ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു താൽക്കാലികമായ സെയിലാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതോ ഒരു സെയിലിൽ നിന്ന് ഒരു ലോങ് ടേം കസ്റ്റമറെയാണോ നിങ്ങൾക്ക് വേണ്ടത്?